നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 ഫെബ്രുവരി മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. റിപ്പോർട്ട് 2026 മാർച്ച് 3 സമർപ്പിക്കണമെന്നും ഹൈക്കോടതി. ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട ലോറി ട്രെയിലറിന്റെ ക്യാബിൻ തകർന്നു വീണു. അപകടം മാള KSRTC സ്റ്റാൻഡിന് മുന്നിൽ. ആർക്കും പരിക്കില്ല. COA മാള മേഖലാ സമ്മേളനം നടന്നു. കേരള വിഷൻ ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാള മേഖലാംഗം P. ആന്റണിക്ക് അനുമോദനം. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 ഫെബ്രുവരി മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് തൃശൂർ ജില്ലാ കളക്ടർക്കും വർക്ക് നടത്തുന്ന കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ട് ഡയറക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് 2026 മാർച്ച് 3 ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെ റോഡിന് വീതി കൂട്ടി കോൺക്രീറ്റ് നടത്താനുള്ള വർക്ക് 2021 KSTP ആരംഭിച്ചത്. 250 കോടി രൂപ എസ്റ്റിമേറ്റുള്ള ഈ വർക്ക് നടത്താൻ പല സ്ഥലങ്ങളിലായി റോഡ് കുത്തിപ്പൊളിച്ചതിനാൽ യാത്രാ ദുരിതങ്ങളും വാഹന അപകടങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകരായ PA സീതി, PA കരുണാകരൻ എന്നിവർ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത്. സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകരായ VR രഞ്ജിത്ത്, PG പാർത്ഥസാരഥി എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിന്റെ നിലവിലെ ശോചനീയാവസ്ഥ നിരവധി ഫോട്ടോകൾ സഹിതം ജില്ലാ കളക്ടറെ കണ്ട് ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ കാര്യം ഹർജിക്കാരുടെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം കളക്ടർ വിളിച്ചുകൂട്ടി അടുത്ത ഫെബ്രുവരി മാസത്തിനുള്ളിൽ വർക്ക് പൂർത്തിയാക്കുമെന്ന് കളക്ടർ കോടതിയിൽ ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്കിന്റെ ഇനിയുള്ള മേൽനോട്ട ചുമതല കളക്ടർക്കും പ്രോജക്ട് ഡയറക്ടർക്കും ആയിരിക്കുമെന്ന് കോടതി ഉത്തരവിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ വർക്ക് പൂർത്തീകരിക്കുന്നതിൽ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് കളക്ടർ ഗൗരവമായി നിരീക്ഷിക്കണമെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2026 മാർച്ച് 3 ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട ലോറി ട്രെയിലറിന്റെ ക്യാബിൻ തകർന്നു വീണു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ക്യാബിനിൽ ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ഇന്ന് രാവിലെ മാള KSRTC സ്റ്റാൻഡിന് മുന്നിലാണ് അപകടം നടന്നത്. മാളയിൽ ട്രെയിലർ ക്യാബിൻ തകർന്നു വീണ് അപകടം. KSRTC ഡിപ്പോയ്ക്ക് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. പൊയ്യ ചെന്തുരുത്തിയിലെ സ്റ്റീൽ കമ്പനിയിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ട്രെയിലറാണ് അപകടത്തിൽപ്പെട്ടത്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട വാഹനത്തിന്റെ മുൻഭാഗം തകർന്നു വീഴുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനം റോഡിൽ കിടക്കുന്നത് മൂലം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ക്രെയിൻ എത്തിച്ച് വാഹനം ഉയർത്താൻ ശ്രമം തുടരുകയാണ്. ഗതാഗത തടസ്സം നേരിട്ടതോടെ വാഹനങ്ങൾ വഴി തിരിച്ചുവിടുകയാണ്. മീഡിയ ടൈം, മാള. നെല്ലായിൽ ദേശീയപാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരക്ക് ലോറി ചെരിഞ്ഞു. പറവൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാർബോർഡിന്റെ പാക്കിംഗ് ബോക്സുകൾ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ദേശീയപാതയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവായി. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. സർവീസ് റോഡിലൂടെ വന്ന ലോറി നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിയുകയായിരുന്നു. ലോറി ദേശീയപാതയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ദേശീയപാതയോരത്തെ ഡ്രൈനേജിൽ സ്ലാബിടാത്ത ഭാഗത്തായിരുന്നു അപകടം. പുല്ലുമൂടിയ കാനയിലേക്ക് ലോറിയുടെ ഒരു വശം ചെരിഞ്ഞ നിലയിലാണ്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പാതയോരത്തെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടാതിരുന്നതാണ് അപകട കാരണം. ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത്. പുല്ലു മൂടിക്കിടക്കുന്ന ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മീഡിയ ടൈം, കൊടകര. COA മാള മേഖലാ സമ്മേളനം നടന്നു. മേഖലാ പ്രസിഡന്റ് PS സുബിതൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കേരള വിഷന്റെ വിഷൻ 100 പദ്ധതിയിൽ നേട്ടം കരസ്ഥമാക്കിയ വട്ടപ്പറമ്പ് ഏഷ്യൻ ചാനൽ ഓപ്പറേറ്റർ ബാബു, കുന്നുകര കേബിൾ വിഷൻ ഓപ്പറേറ്റർ PS സുബിതൻ എന്നിവരെ ആദരിച്ചു. കേരള വിഷൻ ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാള മേഖലാ അംഗം P. ആന്റണിക്ക് KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ അനുമോദനങ്ങൾ നൽകി. COA മേഖലാ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും യോഗത്തിൽ സംബന്ധിച്ചു. ശബരിമല നിയുക്ത മേൽശാന്തി വാസുപുരം ഏർന്നൂർ മനക്കൽ ED പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കൊടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പൂത്താലം, പഞ്ചവാദ്യം, ചിന്ത് എന്നിവയുടെ അകമ്പടിയോടെ മേൽശാന്തിയെ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വേദിയിലേക്ക് ആനയിച്ചു.
തുടർന്ന് നടത്തിയ യോഗത്തിന് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. ടി ജെ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമല ശാസ്താവിനെ പൂജിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗം ഈ അടുത്ത കാലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയാണ് നമ്മുടെ കൊടകരയിലേക്ക് കടന്നു വന്നത്. സ്വാഗത സംഘം ചെയർമാൻ KR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. അശ്വിനി ദേവ് തന്ത്രികൾ അനുഗ്രഹ ഭാഷണം നടത്തി. ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊന്നാടണിയിക്കലും കൊടകര ഉണ്ണി മംഗളപത്ര സമർപ്പണവും നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജേസൺ കരിപ്പായി, അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ തൊമ്മാത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം താലൂക്ക് യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. കൊടകര പൂനിലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ സ്വീകരണ സമ്മേളനം ദേവദാംഗ ജ്യോതിഷ പരിഷത്ത് ആചാര്യൻ സേതുമാധവ് ഉദ്ഘാടനം ചെയ്തു. ആ മുഖത്ത് നിഷ്കളങ്കമല്ലാത്ത ഒരു ഭാവവും ഞാൻ ഒട്ടേറെ നോക്കി കാണാനില്ല. ഇന്ന് ശബരിമലയാണെങ്കിൽ നമുക്ക് അത്തരം മുഖങ്ങളെ. പൂനിലാർക്കാവ് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. അന്നദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശബരിമല നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നിർവഹിച്ചു. E കൃഷ്ണൻ നായർ, ഭാരവാഹികളായ T മോഹനൻ, E രവീന്ദ്രൻ, മിനി ദാസൻ, PR സുബ്രഹ്മണ്യൻ, മോഹൻദാസ്, രാജൻ TC, നാരായണൻ മാരാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ E രവീന്ദ്രൻ തയ്യാറാക്കിയ എന്റെ ജ്യോതിഷ നിരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമുണ്ടായിരുന്നു. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ കുർബാന, രൂപമെഴുന്നള്ളിച്ചു വെക്കൽ, ഊട്ടുനേർച്ച എന്നിവ നടന്നു. വിവിധ സമയങ്ങളിലായി നടന്ന കുർബാനകൾക്ക് ഫാദർ ജോബിൻ അറയ്ക്കൽ, ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ, ഫാദർ ജർലറ്റ് കാക്കനാടൻ, ഫാദർ ജസ്റ്റിൻ വാഴപ്പിള്ളി, ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിചാരണയെ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കും. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ? ഞാനാകട്ടെ നിങ്ങൾക്കിടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എന്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ കുർബാന, സന്ദേശം, തിരുനാൾ പ്രദക്ഷിണം എന്നീ ചടങ്ങുകൾ നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MBA പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ VS ദേവികയെ ET ടൈസൺ MLA അനുമോദിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരിലാൽ മാണിയത്ത്, ഷീന വിശ്വൻ, TN അജയ്കുമാർ, TV മനോഹരൻ, ജഗദാംബിക, KR ഹരി, VV സുവീഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 ഫെബ്രുവരി മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. റിപ്പോർട്ട് 2026 മാർച്ച് 3 സമർപ്പിക്കണമെന്നും ഹൈക്കോടതി. ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട ലോറി ട്രെയിലറിന്റെ ക്യാബിൻ തകർന്നു വീണു. അപകടം മാള KSRTC സ്റ്റാൻഡിന് മുന്നിൽ. ആർക്കും പരിക്കില്ല. COA മാള മേഖലാ സമ്മേളനം നടന്നു. കേരള വിഷൻ ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട മാള മേഖലാംഗം P ആന്റണിക്ക് അനുമോദനം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.